guys, welcome back to yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ BSc in ഡയാലിസിസ് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ BSc in ഡയാലിസിസ് ടെക്നോളജി പഠിക്കാൻ പറ്റുന്ന മികച്ച ക്യാമ്പസുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഡയാലിസിസ് ടെക്നോളജി എന്നും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മറക്കാതെ അതൊന്ന് കാണുക. കൂടാതെ താഴെ കാണുന്ന വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ കൂടി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നതാണ്. BSc in ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡേ ടു ഡേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ച് ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കോഴ്സ് പഠിക്കുന്നത് മാത്രം മികച്ചതായാൽ പോരാ, പഠിക്കുന്ന സ്ഥലവും മികച്ചതായിരിക്കണം. അത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഇവിടെ ബാംഗ്ലൂരിൽ അവൈലബിൾ ആണ്. പക്ഷേ ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം. അത് ഈ വീഡിയോയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ഒരു BSc ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇംപ്യൂർ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയും അത് ബാക്കി പാർട്സിലോട്ട് സർക്കുലേറ്റ് ചെയ്യുകയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് കിഡ്നി ഫെയിലിയർ ആവുന്ന ടൈമിൽ സാധിക്കുന്നതല്ല. ആ ടൈമിൽ മറ്റൊരു മെഷീൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് ബോഡിയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. BSc in ഡയാലിസിസ് പഠിക്കാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ബാംഗ്ലൂരിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് ക്യാമ്പസുകളിൽ നിന്ന് ഏറ്റവും മികച്ചത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അതിൽ പെടുന്നവയാണ് ആദ്യത്തേതാണ് രാജരാജേശ്വരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ഇവിടെ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രി BSc in റീനൽ ഡയാലിസിസ് എന്ന സബ്ജക്റ്റിൽ ചെയ്ത് കഴിയാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ 45% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്തതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ. ഇവിടെ നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സായിട്ടാണ് BSc in റീനൽ ഡയാലിസിസ് ചെയ്ത് കഴിയാൻ സാധിക്കുന്നത്. അതിൽ അവസാനത്തെ 1 വർഷം ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ളതായിരിക്കും. 40% മാർക്കാണ് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ ആവശ്യം വരുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അഫിലിയേഷനിൽ വരുന്ന ഒരു ടോപ്പ് കോളേജ് കൂടിയാണ് ഇത്. അടുത്തതാണ് BGS കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ഇവിടെ നിങ്ങൾക്ക് 45% മാർക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. 3 വർഷത്തെ ഒരു കോഴ്സായിട്ടാണ് ഇത് വരുന്നത്. അതിൽ 1 വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പും. അടുത്തതാണ് MVM കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഈ മികച്ച ക്യാമ്പസിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ 50% മാർക്ക് മതിയാകും. 4 വർഷത്തെ കോഴ്സ് ഡ്യൂറേഷനിൽ വരുന്ന ഈ ഒരു കോഴ്സിന്റെ അവസാനത്തെ 1 വർഷം ഇന്റേൺഷിപ്പ് ആണ്. അടുത്തതാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ഇതും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു മികച്ച കോളേജാണ്. 45% മാർക്ക് നിങ്ങൾക്ക് ബയോളജി സയൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പഠിക്കാൻ എലിജിബിൾ ആണ്. ഇവരുടെ 4 വർഷത്തെ കോഴ്സിൽ അവസാനത്തെ 1 വർഷം മറ്റു കോളേജുകൾ പോലെ തന്നെ ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ളതാണ്. ഇനി നിങ്ങൾക്ക് 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയും ഒരു മികച്ച ഓപ്ഷനാണ്. ഈ പറഞ്ഞ കോളേജസ് എല്ലാം തന്നെ BSc ഡയാലിസിസ് എന്നുള്ള നിങ്ങളുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന മികച്ച കോളേജസ് ആണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ എക്സ്പോഷേഴ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ യാതൊരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ഏത് കോളേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അഡ്മിഷൻ എങ്ങനെയാണ്, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഫർദർ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനൽ ത്രൂ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ലഭ്യമാക്കുക.